ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലാത്തതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും വെക്കേഷനായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നല്ല ഐസ്ക്രീമിൻ്റെ ഒരു ടെസ്റ്ററിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. പിന്നെ ഇത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഏത് മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ നാരില്ലാത്ത മാങ്ങയാണ് കൂടുതലായിട്ട് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ മാങ്ങയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചെറിയ പീസുകളാക്കിയിട്ട് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയ സമയത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇതിലേക്ക് എത്ര ആഡ് ചെയ്യണം അതിനനുസരിച്ചിട്ട് മാംഗോൻ്റെ പൾപ്പ് കൊടുക്കാം കേട്ടോ. അതിനിപ്പോൾ ഇത്ര അളവ് എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം മധുരമുള്ളൊരു മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതിൽ മധുരം ചേർക്കുന്നില്ല. ഒരു 1/4 കപ്പോളം മാത്രമേ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു വെള്ളം ചേർക്കാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മളത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്ത ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ടയൊന്നും പോയിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അത് കട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് അങ്ങനെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കവർ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ എടുക്കുമ്പോൾ ഫീസറിലൊക്കെയാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ പുറത്തേക്ക് വെക്കണം കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ പുറത്തേക്ക് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ലൂസായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ കട്ടയൊക്കെ മാറിയിട്ട് തണുപ്പൊക്കെ പോയിട്ട് ലൂസായിട്ട് കിട്ടും. കാരണം ഇത് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഒരു കട്ടിയായിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ലൂസോട് കൂട്ടി തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പോളം മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ മാംഗോൻ്റെ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ വല്ലാണ്ട് കളർ വിപ്പിംഗ് ക്രീം വല്ലാതെ യെല്ലോ കളർ വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൾപ്പ് ഇതിലേക്ക് ചേർക്കുമ്പോൾ മാംഗോൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും ഈ ഒരു വിപ്പിംഗ് ക്രീമിന്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇപ്പോൾ ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമും അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ മാംഗോൻ്റെ പൾപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ മാങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഇടയിലൊന്ന് കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല ഒരു മാംഗോൻ്റെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെസ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ഒരു രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമാണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കളർ നല്ല യെല്ലോ കളർ കിട്ടുന്നുണ്ടെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി നമ്മൾ ആ മാംഗോൻ്റെ പൾപ്പ് 2-3 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിൻ്റെ ഒരു കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ പൾപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെറിയൊരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പീക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡിസൈൻ പോലെ ആവുമല്ലോ, അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഫ്രീസറിൽ തന്നെയാണ് വെക്കേണ്ടത്, താഴെയല്ല വെക്കേണ്ടത്. അപ്പോൾ ഒരു 12 അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴേത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെസ്റ്ററിൽ കിട്ടണമെങ്കിൽ നമ്മളൊരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഞാനിത് രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച ശേഷം പിന്നെ രാവിലെ എടുത്തിട്ടാണിത് എടുക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരത്തെ തന്നെ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മേലൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്തതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും മാഷാല്ലാ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കിട്ടില്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കാണുമ്പോൾ തന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ മാങ്ങ ഒന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ.